ഒരു മോട്ടോർ സൈക്കിൾ നടുവിൽ മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു റോഡിലൂടെ പോകുന്നു. അയാൾ വ്യക്തമായ ഗതാഗത നിയന്ത്രണമില്ലാത്ത ഒരു കവലയിലെത്തുന്നു. അയാൾക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. ഒരു അപകടത്തിന് കാരണമായേക്കാവുന്ന സാധ്യതകൾ കണ്ടുപിടിക്കാമോ? വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാരണങ്ങൾ: 1. മുന്നിൽ വരുന്ന കാർ. 2. മോട്ടോർ സൈക്കിളിന് പുറകെ വരുന്ന കാർ. 3. ഇടതുവശത്ത് അവ്യക്തമായി കാണുന്ന കാൽനട യാത്രക്കാരൻ. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു അപകടം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നതിനായി സീബ്ര ക്രോസിംഗിലെത്തുന്നു. പെട്ടെന്ന് വലതുവശത്തു നിന്ന് വന്ന വണ്ടിക്കാരൻ അയാളെ ഇടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. തന്റെ കാഴ്ച മറിഞ്ഞിട്ടും ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെയും അയാൾ ഗൗനിക്കുന്നില്ല. എതിർവശത്തു നിന്ന് വന്ന് വലത്തോട്ട് തിരിയുന്ന കാറിനെയും അയാൾ ശ്രദ്ധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിയുന്നതിനാൽ അയാൾ കാൽനട യാത്രക്കാരനെയോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വന്ന കാറുമായോ പുറകിൽ വരുന്ന കാറുമായോ അപകടം സംഭവിച്ചേനെ. വരൂ, ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. ഇത്തരം സ്ഥലങ്ങളിൽ വേഗത കുറച്ച് കണ്ണാടിയിലൂടെ പുറകുവശം ശ്രദ്ധിക്കുക. 2. സുരക്ഷിതമായ അകലം പാലിച്ച് തിരിയാനുള്ള സിഗ്നലുകൾ നൽകുക. 3. അപകട സാധ്യതകൾ പരിശോധിച്ച് സുരക്ഷിതമായി തിരിയുക. റോഡിൽ വളവ് തിരിയുമ്പോൾ MSM ടെക്നിക് പാലിക്കുക. മിറർ, സിഗ്നൽ, മാനുവൽ. ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ.